വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു മാർച്ച് നടത്തി. അപകടകരമായ ചില ചിത്രങ്ങളൊക്കെ പിടിച്ചുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? അതെ, നമ്മളത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ടത് റാണയെ മുംബൈ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ ബന്ധമുള്ള ലഷ്കർ അൽ ഖ്വയ്ദ IS ബന്ധമുള്ള തവാഹ് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അയാളുടെ കൊച്ചി കണക്ഷൻ ഇപ്പോൾ ചർച്ചയാവുകയാണ്. കൊച്ചിയിൽ തെളിവെടുപ്പിനായി റാണയെ കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. താജ് ഹോട്ടലിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റാണയെ കൊച്ചിയിൽ കൊണ്ടുവരും. ഇത് ആലോചിക്കുന്ന സമയത്താണ് അത് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് കരിപ്പൂരിലേക്ക് SIOയും സോളിഡാരിറ്റി എന്ന് പറയുന്ന രണ്ട് സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിക്കായിട്ട് ബന്ധമുള്ള സംഘടനകൾ നടത്തിയ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധ മാർച്ച് ചർച്ചയാവുന്നത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങളിൽ സത്യത്തിൽ ഇവിടെ ഈ മുമ്പ് തൃശ്ശൂർ പൂരത്തിന് രാംലല്ലയുടെ ചിത്രം കാണിച്ചപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു. പക്ഷേ സോളിഡാരിറ്റിയും SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നടത്തിയ മാർച്ചിൽ ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങൾ ആരുടേതായിരുന്നു എന്നതിനെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല. നമ്മൾ ഓർക്കുന്നില്ലേ, 2-3 ആഴ്ചകൾക്കപ്പുറമാണ് തൃത്താല ഉറൂസിൻ്റെ വാർത്ത വന്നത്. അവിടെ ഹമാസ് ഭീകരനായ യഹിയ സിൻവറിൻ്റെയും ഹിസ്ബുള്ള ഭീകരനായ നസറുള്ളയുടെയും ചിത്രങ്ങൾ ആനപ്പുറത്ത് എത്തിക്കൊണ്ടാണ് ഈ പരിപാടി ഉറൂസ് ആണെന്ന്, ഉറൂസിൻ്റെ ഘോഷയാത്ര ആണെന്ന്. അതിനെതിരെയും ആരും മിണ്ടിയില്ല, കമാന്ന് മിണ്ടിയിട്ടില്ല. എന്നാൽ അതിനേക്കാളും ഭീകരമായ ഒരു പ്രകടനമാണ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുന്നിൽ നടന്നത്. ആരുടെയൊക്കെ ചിത്രങ്ങളാണെന്നത് 2 പേരുടെ ചിത്രങ്ങൾ കാണിച്ചു. ഒന്ന് ഇമാം ഹസനുൽ ബന്ന എന്ന് പറയുന്ന ആളുടെ ചിത്രം. അപ്പോൾ ഇമാം ഹസനുൽ ബന്ന നമ്മളാരും കേരളത്തിലെ മുസ്ലിങ്ങൾ പോലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കുറച്ച് തീവ്രവാദികൾക്ക് അറിയാവുന്ന പേരാണ്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ഇമാം ഹസനുൽ ബന്ന. അതായത് ഈജിപ്തിൽ ആണ് ഈ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നത്. ലോക മുസ്ലിം സാഹോദര്യം എന്നൊക്കെ പറയാം. സാഹോദര്യം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്. ഞങ്ങൾ മുസ്ലിങ്ങൾ മാത്രം മതി ലോകത്ത്, ഞങ്ങളുടെ ഈ ആശയത്തോട് യോജിക്കാത്ത മുസ്ലിം ആണെങ്കിലും അവനെയും തട്ടും എന്ന് പറഞ്ഞ് രൂപീകരിച്ചിരിക്കുന്ന ഒരു ലോക, അമേരിക്ക, ജർമ്മനി തുടങ്ങി പല രാജ്യങ്ങൾ, എന്നിട്ട് സൗദി അറേബ്യ വരെ ഇസ്ലാമിക് ബ്രദർഹുഡിനെ നിരോധിച്ചിട്ടുണ്ട്. അന്നം തരുന്ന നാടാണല്ലോ. അപ്പോൾ അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ നിരോധിച്ചിട്ടുള്ള ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ സ്ഥാപകനായ ഇമാം ഹസനുൽ ബന്ന. ഇമാം ഹസനുൽ ബന്ന ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ടായ ഈജിപ്തിലാണ്. ഈജിപ്തിലുണ്ടായ ഒരു സംഘടനയാണ്. അങ്ങനെ അവർ വലിയ രാഷ്ട്രീയ ശക്തിയായിട്ട് വളർന്നു വന്നു. എന്നിട്ട് 1940-കളിൽ, വർഷം കൃത്യം ഞാൻ മറന്നു, 40s-ലാണെന്ന് തോന്നുന്നു, ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് അൽ നുക്രാശി എന്ന് പറഞ്ഞ ഈജിപ്റ്റ് പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊന്നത് ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ പ്രവർത്തകരാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു. ഞങ്ങളാണ് കൊന്നതെന്ന് ഇവർ പറയുകയും ചെയ്തു. അത് വലിയ കോളിളക്കം ഉണ്ടാക്കി. ഒടുവിൽ ഈജിപ്റ്റ് സർക്കാരിൻ്റെ രഹസ്യ പോലീസ് ഇതിൻ്റെ സ്ഥാപകനായ ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ സ്ഥാപകനായ ഇമാം ഹസനുൽ ബന്നയെ വെടിവെച്ച് കൊന്നു. ആര് കൊന്നു? ഈജിപ്റ്റ് അല്ലേ? എന്തിനു കൊന്നു? ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയെ കൊന്നതിന്. ആരെ കൊന്നു? ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെ സ്ഥാപകനായ ഇമാം ഹസനുൽ ബന്നയെ. ആരാണ് ഈജിപ്ത് ഭരിക്കുന്നത്? മുസ്ലിം സംഘടന. കൊല്ലപ്പെട്ട പ്രധാനമന്ത്രിയുടെ പേരെന്താ? മുഹമ്മദ് അൽ സുക്രാശി. ആരാണ്? മുസ്ലിമാണ്. അപ്പം മുസ്ലിം രാജ്യത്തെ മുസ്ലിം പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊന്ന മുസ്ലിം തീവ്രവാദ സംഘടനയാണ് ഇസ്ലാമിക് ബ്രദർഹുഡ്. അതിൻ്റെ സ്ഥാപകനാണ് ഇമാം ഹസനുൽ ബന്ന. ആ ഇമാം ഹസനുൽ ബന്നയെ വെടിവെച്ച് കൊന്നതാരാണ്? മുസ്ലിം രാജ്യമായ ഈജിപ്തിൻ്റെ രഹസ്യ പോലീസ് അവരുടെ പ്രധാനമന്ത്രിയെ, മുസ്ലിമായ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊന്നതിന് ഇതിൻ്റെ തലവനെ കൊന്നു. ആ ആളിൻ്റെ ഫോട്ടോയാണ് ഇവിടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. അയാളും ഇന്ത്യയായിട്ട് എന്താ ബന്ധം? അപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഭീകരവാദിയാണെന്ന് കണ്ട് വെടിവെച്ച് കൊന്നവൻ്റെ ചിത്രം കേരളത്തിൽ പരസ്യമായി ഉയർത്തിപ്പിടിക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പോൾ കേരളം ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് മുമ്പ് ഒരു സംഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ വിരമിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ IS-ൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. അതെ. ഇപ്പോൾ നമ്മൾ റാണയുമായി ബന്ധപ്പെട്ട് ഈ കാര്യം ചർച്ച ചെയ്യുമ്പോഴത്തേക്കാണ് ആലോചിക്കുന്നത്, ലോകത്തിലെ മുസ്ലിം രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാണെന്ന് കണ്ട് നിരോധിക്കുകയും സ്ഥാപകനെ വരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്ത ആളുടെ ചിത്രം ഉയർത്തിപ്പിടിക്കാൻ, അതും പിടിച്ചുകൊണ്ട് ജാഥ നടത്താൻ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ തയ്യാറായിരിക്കുന്നു. ഇനി രണ്ടാമതൊരു താടിക്കാരൻ്റെ പടമുണ്ട്. ആ സിനിമ കണ്ടല്ലേ? നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം ആ ചിത്രങ്ങൾ. ആ താടിക്കാരൻ്റെ ചിത്രം
താടിക്കാരൻ്റെ പേര് അഹമ്മദ് യാസിൻ എന്നാണ്. അഹമ്മദ് യാസിൻ. അഹമ്മദ് യാസിൻ ആരാണെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ സ്ഥാപകനാണ്. ഹമാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തു ഭീകരതയും ചെയ്യും. അതുകൊണ്ടാണല്ലോ 2023 ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് കടന്നു കയറി കുഞ്ഞുങ്ങളൊന്നും സ്ത്രീകളൊന്നും നോക്കാതെ ക്രൂരമായി കൊന്നത്. അപ്പോൾ ജിഹാദ് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ? അതോ ഇവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടാണോ? ഇവൻ്റെ പകയ്ക്ക് വേണ്ടിയിട്ടാണോ? അപ്പോൾ ഇങ്ങനെ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകര സംഘടന, ഹമാസിനെ കുറിച്ച് ഏറെ പറയേണ്ട, എല്ലാവർക്കും ഹമാസ് എന്താണെന്നറിയാം. ഇവിടെ കുറേ ആളുകൾക്ക് മാത്രമാണ് ഹമാസ് പുണ്യ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ പൊതുവിൽ ഹമാസിനെ കുറിച്ച് ഒരു ഭീകര സംഘടന ഇപ്പോൾ ചോദിക്കും, ഇന്ത്യ നിരോധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇന്ത്യ നിരോധിച്ചിട്ടില്ല. പക്ഷേ ലോകത്തിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ നിരോധിച്ചിട്ടുണ്ട്. ആ ഖത്തർ മാത്രമാണ് ഹമാസിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഖത്തറും പറഞ്ഞു പൊക്കോ എന്ന് പറഞ്ഞു. തുർക്കിയാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. അപ്പോൾ ഹമാസിൻ്റെയും ഇസ്ലാമിക് ബ്രദർഹുഡിൻ്റെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ എന്തിന് എയർപോർട്ടിലേക്ക്, കേന്ദ്ര സർക്കാർ സ്ഥാപനം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണല്ലോ വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം, അങ്ങോട്ടും മാർച്ച് നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചന അത്ര നല്ല സൂചനയല്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട് പിണറായി വിജയൻ്റെ സർക്കാർ തൃത്താല ഉറൂസിന് യഹിയ സിൻവറിൻ്റെയും നസറുള്ളയുടെയും ചിത്രം ഉയർത്തിപ്പിടിക്കുന്നു. അതിനേക്കാൾ ഒരു പടി മുന്നോട്ട് കടന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് ഭീകര സംഘടനകളുടെ സ്ഥാപകരുടെ ചിത്രം ഉയർത്തി കാണിക്കുന്നത്. അതിലൂടെ കാണുന്നത് എന്താ? ഇവരൊക്കെയാണ് ഞങ്ങളുടെ നേതാവ്, വേണ്ടി വന്നാൽ ഞങ്ങൾ ഇവരുടെ മാർഗം സ്വീകരിക്കും എന്നല്ലേ പറയാതെ പറയുന്നത്? അതെ, ഇവരുടെ പ്രവർത്തന ശൈലി അനുകരിക്കും. ഇവരാണ് ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്ന പോലെ, അതായത് ഈ ഇമാം ഹസനുൽ ബന്ന ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കൊന്ന സംഘടനയുടെ ആളാണ്. അയാൾ ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞാൽ വേണ്ടി വന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊല്ലുമെന്നുവരെ ആ ചിത്രമൂർത്തി കാണുന്നതിനെ വ്യാഖ്യാനിക്കാം. അതെ അല്ലേ? ഞങ്ങൾ കടന്നു കയറി എന്ത് കൂട്ടക്കൊലയും ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയവരാണ് ഹമാസ്. അതിൻ്റെ സ്ഥാപകന്റെ ചിത്രം ഉയർത്തിപ്പിടിക്കുമ്പോൾ അയാൾ പറയുന്ന ആശയങ്ങൾ നടപ്പാക്കാനും ഞങ്ങൾ തയ്യാറാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ ഈ നാട്ടിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയൊക്കെ കൊല്ലും. കാരണം ക്രിസ്ത്യാനിയാണല്ലോ മുനമ്പോ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത്. മുനമ്പത്തേക്ക് ഹമാസ് മോഡലൊരു ആക്രമണം നടത്തി. ഹമാസ് ഒക്ടോബർ 7 നടത്തിയതുപോലൊരു ആക്രമണം നടത്തി വേണ്ടി വന്ന മുനമ്പത്തുകാരെ കൊല്ലും എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വഖഫിനെ എതിർക്കുന്നവരെ കൊല്ലും, വഖഫിൻ്റെ കയ്യേറ്റങ്ങളെ എതിർക്കുന്നവരെ ഇല്ലാതാക്കും എന്നാണോ പറയുന്നത്? അരിയും മലരും അല്ലേ കുന്തിരിക്കവും വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിവാദമായെങ്കിൽ ആ മുദ്രാവാക്യം വിളിക്കാതെ അതിനേക്കാൾ ക്രൂരമായി ഇസ്ലാമിക തീവ്രവാദികളുടെ കൂട്ടക്കൊല, ജിഹാദ് ഇന്ത്യയിൽ നടപ്പാക്കുമെന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രകടനം നടത്തുന്നതെന്ന് പിണറായി വിജയന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് പിണറായി അറിയിക്കുന്നത്. നാളെ ഒസാമ ബിൻ ലാദൻ്റെ ചിത്രം പിടിക്കും, അജ്മൽ കസബിൻ്റെ ചിത്രം പിടിക്കും. ഇനി വിചാരണ നടപടികൾക്ക് ഒടുവിൽ തഹാവൂർ റാണയെ ഇന്ത്യയിലെ നീതിപീഠം 166 പേരുടെ കൊലപാതകമാണ്, സ്വാഭാവികമായും വധശിക്ഷ കിട്ടും. അപ്പോൾ അതിനുശേഷം റാണയുടെ ചിത്രവും പിടിക്കും. നമ്മുടെ കേരളം അതിഭീകരമായ ആപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഇവർ സംഘടിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നേതാക്കന്മാരുടെ അല്ല, കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ എത്രയോ ആദരണീയരായ നേതാക്കന്മാരുണ്ട്. പക്ഷെ കുറച്ചായിട്ട് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതര സമുദായങ്ങളോട് അവർ പറയുന്നത് ഞങ്ങൾ വേണ്ടി വന്നാൽ നിങ്ങളെ കൊല്ലുമെന്ന് തന്നെയാണ്. ഓർക്കുന്നില്ലേ CAA വിരുദ്ധ സമരം നടന്നപ്പോൾ 21 കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. 21 കത്തി എടുത്ത് ആരെയാണ് അവർ ഇല്ലാതാക്കിയത്? ഹിന്ദുക്കളെയാണ്. അപ്പോൾ 21 കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും ഞങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുമെന്നല്ലേ പറയുന്നത്? എന്നിട്ട് ഇവർ പറയും 921 വാര്യംകുന്നൻ മഹാനാണ്, വാര്യംകുന്നൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. ഇപ്പുറത്ത് ജാഥ നടത്തിയിട്ട് 21 കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്നും പറയും. പണ്ട് 10 കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം വിളിച്ചോ മലപ്പുറത്ത. അതെ. എന്നിട്ട് ഈ മലപ്പുറംകാർ പാകിസ്ഥാനിലേക്ക് പോയില്ല. എങ്ങനെയുണ്ട്? പാകിസ്ഥാൻ ഉണ്ടാവണം, ഇന്ത്യയെ വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രൊവിൻസ് ആയിരുന്ന മലബാറിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തി. ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി അഭിപ്രായ വോട്ടെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആൾ വോട്ട് ചെയ്തത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ മലപ്പുറംകാർ പാകിസ്ഥാനിലേക്ക് പോയില്ല. അതെന്തായിരിക്കും? അവിടെ ചെന്നിട്ട് കാരണം ഇവിടെ സ്വത്തും വീടും ഒക്കെ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ കൂടി നമുക്ക് പുതിയൊരു പാകിസ്ഥാൻ മേടിക്കുക എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുക. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇത് അപ്രിയകരമായ വസ്തുതയാണ്.
ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോകണം, പാകിസ്ഥാനാണ് വേണ്ടത്, ഇവിടെ ഇന്ത്യ ജീവിക്കാൻ കൊള്ളില്ല, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ വേറെ രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനുവേണ്ടി വോട്ട് ചെയ്യുന്നു, അതിനുവേണ്ടി ജാഥ നയിക്കുന്നു, 10 മണിക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാനെന്ന് മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തുന്നു. എന്നിട്ട് പാകിസ്ഥാൻ കിട്ടിയിട്ട് പോയില്ല. പക്ഷേ അവരുടെ ഉള്ളിലുള്ള പാകിസ്ഥാൻ സ്നേഹം അതോടെ അവസാനിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുള്ളിൽ പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്നവരായിരുന്നു അല്ലേ? 1947 ഓഗസ്റ്റ് 15 വരെ അതിനുശേഷമുള്ളവരും അവരവരുടെ അനന്തര തലമുറയ്ക്ക് പകർന്നു കൊടുത്തിട്ടുള്ളത് ഇന്ത്യ ആണ് നമ്മുടെ സ്വപ്ന രാജ്യം എന്താണോ, പാകിസ്ഥാനാണ് നമ്മുടെ സ്വപ്ന രാജ്യം എന്നാണോ? നമുക്കൊക്കെ പാകിസ്ഥാനിൽ പോകാനാണ് ആഗ്രഹം. ഇതൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ പോകുമായിരുന്നു മക്കളെ, അതുകൊണ്ട് നമ്മളിവിടെ കൂടി, എന്നാലും നമ്മുടെ പാകിസ്ഥാൻ അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടാവും. അത് പറയുന്നത് അപ്രിയ സത്യമാണെങ്കിലും പറയാതെ വയ്യ. അപ്പോൾ ഏതായാലും കേരളത്തിൽ നടക്കുന്ന ഈ കാര്യങ്ങളിൽ പിണറായി വിജയൻ കാണണം. തീവ്രവാദികളെ ചിത്രങ്ങൾ, ലോകത്തിലെ ഭീകര സംഘടനകളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ പരസ്യമായി, രഹസ്യമായിട്ട് പോലുമല്ല, പരസ്യമായി രംഗത്ത് വരാൻ ഇവർ തയ്യാറാവുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് ധൈര്യം വന്നിരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവരെ ആശങ്കപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അവർ പടിവാതിലിനടുത്ത് വരെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.